നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂടുള്ള സ്നേഹസ്പർശം ആശ്രയ കേന്ദ്രത്തിലാണ് അഫാന്റെ ഉമ്മ ഷെമി ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 2 തവണയാണ് അഫാൻ ഷെമിക്ക് നേരെ വധശ്രമം നടത്തിയത്. ഏകദേശം 41ഓളം തുന്നലുകളും തലയ്ക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റഹീം പ്രതികരിച്ചിരുന്നു, ഷെമിക്ക് 9 മാസത്തോളം ചികിത്സ വേണ്ടിവരും, എങ്കിൽ മാത്രമേ പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകൂ എന്നൊക്കെ. ബന്ധുക്കൾ ഷെമിയെ അംഗീകരിക്കാൻ തയ്യാറല്ല, അതുകൊണ്ട് അവിടേക്ക് ചെല്ലാൻ കഴിയില്ല. പെരുമലയിലെ വീട്ടിലേക്ക് പോകാനാകില്ല. അത് റഹീമിനും ഷെമിക്കും ഒട്ടും പൊരുത്തപ്പെടാനാകാത്ത ഒന്നാണ്. കാരണം മക്കളെ നഷ്ടമായത് ഇവിടെ വച്ചാണ്. തുടർന്നായിരുന്നു സ്നേഹസ്പർശം ആശ്രയ കേന്ദ്രത്തിൽ ഷെമിയെ പ്രവേശിപ്പിച്ചത്. ഇതോടെ ഷെമിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പല ചോദ്യങ്ങളും ഉയർന്നിരുന്നു. ഇപ്പോൾ ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സകൾ പുരോഗമിക്കുകയാണ്. തലക്കേറ്റ പ്രഹരം കാരണം ഓർമ്മകൾ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് ഷെമി. ചികിത്സയ്ക്കായി പലയിടങ്ങളിൽ തിരക്കിയെങ്കിലും ഭീമമായ തുക ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ആശുപത്രി വിട്ട അഫാന്റെ മാതാവിനെ ഇവിടെ പ്രവേശിപ്പിച്ചത്. ഇവിടെ സൗജന്യമായാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഷെമിക്ക് എഴുന്നേൽക്കുമ്പോൾ വിറയലുള്ളത് കൊണ്ട് തന്നെ 3ഓളം പേരുടെ സഹായം ഷെമിക്ക് ആവശ്യമായി വരും. നടക്കാനും 2-3 പേരുടെ സഹായം ഷെമിക്ക് ആവശ്യമാണ്. കഴുത്തിന് ബാലൻസ് ഇല്ല, റീഹാബിലിറ്റേഷൻ കൊടുക്കുന്നുണ്ട്, ഫിസിയോ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഫുഡ് ബാലൻസ് ചെയ്തൊക്കെയാണ് ഷെമിക്ക് കൊടുക്കുന്നത്. പ്രോപ്പറായി ഫുഡ് കഴിക്കാൻ ഷെമിക്ക് സാധിക്കില്ല, തെറാപ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തൊട്ട് കുറച്ച് കട്ടിയുള്ള ആഹാരം ഇടയ്ക്ക് കഴിക്കുന്നുണ്ട്. റിവ്യൂവിന് വേണ്ടി ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം പ്രവേശിപ്പിച്ചിരുന്നു. സൈക്കോളജിസ്റ്റുമായി സംസാരിച്ചപ്പോൾ 2 ആഴ്ച കൂടി ഈ ചികിത്സ തുടരേണ്ടി വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വാ തുറക്കാനൊക്കെ ആദ്യം ഷെമിക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിൽ നേരിയ പുരോഗമനമുണ്ട്. ഷെമിക്ക് കഴുത്തിന് ബാലൻസ് കുറവാണ്. ഒരു കാലിന് ബാലൻസ് കുറവായതുകൊണ്ട് 1 സെക്കൻഡ് കൈവിട്ടാൽ പോലും നിലത്തേക്ക് വീഴുന്നൊരു സാഹചര്യമാണ്. വിറയലുണ്ട്, നിൽക്കാനുള്ള ബാലൻസും ഷെമിക്ക് ഇല്ല. ക്യാൻസർ പേഷ്യൻ്റാണ് ഷെമി. അതുകൊണ്ട് തന്നെ ഈ കേസ് ഉള്ളത് കൊണ്ട് ഷെമിയുടെ മെഡിസിനൊക്കെ തന്നെ പെരുമലയിലെ വീട്ടിലാണ്. അതുകൊണ്ട് ഇവർക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. പൂർണ്ണമായും പഴയതുപോലെയാകാൻ സമയമെടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. മനസ്സിനേറ്റ ആഘാതം കാരണം എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്ക് പോകാതെ ഷെമിയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണിപ്പോൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അഫാനെ കാണണമെന്നും ജയിലിൽ നിന്ന് ഇറക്കണമെന്നും ഷെമീന അഭ്യർത്ഥിച്ചിരുന്നു. താൻ കട്ടിൽ നിന്ന് വീണു, തനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്, തൻ്റെ ഓർമ്മയിലും അതൊക്കെ തന്നെയാണ്. പോലീസുകാർ ഇതൊക്കെ ചോദിച്ചിരുന്നു. തനിക്കെന്ന് കുട്ടിയെ സ്കൂളിൽ വിട്ട കാര്യമൊക്കെ ഓർമ്മയുണ്ട്, അത് തന്നെയാണ് താൻ പറഞ്ഞത്. അഫാനെ ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റുമോ? അഫാനെ ഇറക്കിത്തരണം. ഇളയവൻ മരിച്ചുപോയി, തനിക്കിനി മൂത്ത മകൻ മാത്രമേ ഉള്ളൂ, അവനെങ്കിലും തനിക്ക് ഇറക്കിത്തരണം. അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ താൻ എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ എന്നാണ് ഷെമി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരിച്ചിരുന്നത്. പിന്നീടായിരുന്നു ഈ ചോദ്യം ചെയ്യലിൽ അഫാനെതിരെ ഷെമി മൊഴി നൽകാൻ തയ്യാറായത്. ഷെമി മൊഴി മാറ്റിയത് കണക്കിലെടുത്ത് അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. വരും ദിവസങ്ങളിൽ വീണ്ടും മൊഴിയെടുക്കും. ഷെമി പണം നൽകാനുണ്ടെന്ന പരാതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിരുന്നു. പരാതിയുമായി 1-ലധികം പേർ സമീപിച്ചതായാണ് സൂചന. പരാതിക്കാരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അഫാന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് വ്യക്തത വരുത്താനാണ് ഈ നീക്കം. കുടുംബത്തിന് എത്ര ലക്ഷം രൂപയുടെ കടമുണ്ട് എന്ന കാര്യത്തിലും പൂർണ്ണ വ്യക്തത വന്നിട്ടില്ല. 65 ലക്ഷത്തിന് മുകളിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടെന്ന് അഫാൻ മുമ്പ് പറഞ്ഞെങ്കിലും തന്റെ കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലെന്നാണ് അബ്ദുൾ റഹീം പറയുന്നത്. ഷെമിയിൽ നിന്ന് പലതും അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയേണ്ടതുണ്ട്. കാരണം റഹീം അറിയാതെ തനിക്ക് 35 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഈ പണം എന്തിനു വേണ്ടി ചെലവഴിച്ചുവെന്ന് ഇനി ഷെമി ഉത്തരം പറയേണ്ടി വരും. 3 കേസുകളിലായിട്ടാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് അന്വേഷിക്കുന്നത്. ഷെമീനയുടെ മൊഴി ഇങ്ങനെയായിരുന്നു: ഉമ്മച്ചി എന്നോട് ക്ഷമിക്കണമെന്ന് അഫാൻ പറഞ്ഞു. ക്ഷമിച്ചു മക്കളെ എന്ന് പറഞ്ഞു തീർന്നതിന് മുമ്പ് തന്നെ അഫാൻ പിന്തുടർന്ന് ഷോൾ കൊണ്ട് ആക്രമിച്ചു. കഴുത്തു ഞെരിച്ചപ്പോൾ ബാലൻസ് തെറ്റി നിലത്തേക്ക് വീണുവെന്നാണ് പറയുന്നത്. ഭർത്താവ് അറിയാതെ 35 ലക്ഷം രൂപയുടെ കടവുമുണ്ട്. 50,000 രൂപ തിരിച്ചു കൊടുക്കേണ്ട ദിവസമായിരുന്നു ആ സംഭവം നടന്നത്. പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു. ഇത് സഹിക്കാൻ അഫാന് ആയില്ല. ആത്മഹത്യ ചെയ്യാൻ നിശ്ചയിച്ചതായും ഇതിനായി ഇളയ മകനുമൊത്ത് യൂട്യൂബിൽ വീഡിയോകളും ഒക്കെ കണ്ടിരുന്നതായും ഷെമി പറയുന്നുണ്ട്. ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നാണ് ഏറ്റവും ഒടുവിലായി ഷെമി പറഞ്ഞിരിക്കുന്നത്. ആംബുലൻസ് ഡ്രൈവർ നടത്തുന്ന വെഞ്ഞാറമൂട് മേലെ കുച്ചുമൂടുള്ള സ്നേഹസ്പർശം സൈക്കോ സ്പെഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ വെച്ച് കിളിമാനൂർ CI B ജയൻ മൊഴി രേഖപ്പെടുത്തിയപ്പോഴായിരുന്നു ഷെമി ഇക്കാര്യം പറഞ്ഞത്. സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പ്രതികരണങ്ങൾ ഉയരുന്നുണ്ട്. കുറ്റം പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, നാളെ നമ്മുടെ വീട്ടിലും സംഭവിക്കാം. അവർ ഒരു അമ്മയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മുൻകൂട്ടി ആർക്കും കാണാൻ പറ്റില്ലല്ലോ എന്നാണ് ഒരാൾ പറയുന്നത്.
ഈ സ്ത്രീക്ക് എല്ലാം ഓർമ്മയുണ്ടെന്ന് ആദ്യം തന്നെ തോന്നി. പച്ചക്കള്ളം പറഞ്ഞ മകനെ രക്ഷപ്പെടുത്താൻ നോക്കിയതാണ്. അവസാനം കൈവിട്ടു പോകുമെന്ന് മനസ്സിലായപ്പോൾ സത്യം പറയാൻ തീരുമാനിച്ചു. നല്ല അഭിനയം. എന്തായാലും കൂടിയ ശിക്ഷ അവന് നൽകണമെന്നാണ് മറ്റൊരു പ്രതികരണം. എങ്ങനെ ഈ കടമുണ്ടായി എന്നാണ് ഷമിയോട് ആദ്യം ചോദിച്ചറിയേണ്ടത്. ഈ സാധു മനുഷ്യനെ എന്തിന് ഈ വിധം ശിക്ഷിച്ചു എന്നുകൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. സത്യം പറഞ്ഞില്ലെങ്കിൽ കൂട്ടുപ്രതിയാകുമെന്ന് ആരെങ്കിലും പേടിപ്പിച്ചു കാണും. അതല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ അഫാനെ പുറത്തിറങ്ങാൻ സഹായിക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞു കാണും എന്നൊക്കെ ചിലർ പ്രതികരിക്കുന്നുണ്ട്. ഒരു കാര്യം സത്യമാണ്, ഈ ഷമി അവരുടെ ചെറിയ കുട്ടിയെ ഇത്തിരി പോലും സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെയാണ് ചില പ്രതികരണം. അഫാനെ വഷളാക്കിയതിൽ വലിയ പങ്ക് ഷമിക്കുണ്ട്. ഷമിയുടെ തുറന്നു പറച്ചിൽ, ഈ സ്ത്രീ പറയുന്ന വിവരക്കേട്, അവരുടെ മുഖഭാവം, ഈ കുറ്റകൃത്യം മുഴുവൻ ചെയ്ത മകനെ രക്ഷിക്കണമെന്ന് പറയുന്നത് എല്ലാം സംശയം ജനിപ്പിക്കുന്ന വിധമാണ് എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത്. കൂടാതെ മാതാവ് ലാസ്റ്റ് ടൈം ചെറിയ മൊഴിമാറ്റൽ കേസ് പൊട്ടും, മാതാവ് നല്ലോണം പറഞ്ഞിട്ടുണ്ട്, അവനെ ഇറക്കണം, അത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഷമിയെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് കണ്ടു. തലയ്ക്ക് കുറെ അടി കിട്ടിയതല്ലേ, തലയല്ലേ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കുറേ സംസാരിച്ചു മനസ്സിലാക്കിയാലോ ഓരോന്ന് ഓർമ്മ വന്നിട്ടുണ്ടാവും. അല്ലാതെ ഒരു ഉമ്മയും എത്ര വലിയ മക്കളെന്ന് പറഞ്ഞാലും എത്രയ്ക്ക് ചെയ്തെന്ന് പറഞ്ഞാലും ആ മക്കൾക്ക് എതിരെ തന്നെ പറയും. ആ മക്കളെ വെറുക്കും. ആ ഉമ്മയ്ക്ക് എല്ലാം കൂടി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. തലയ്ക്ക് അടി കിട്ടിയെന്ന് പറയുന്നില്ലേ, അതാവും സംഭവം. പാവം ഉമ്മയും ഉപ്പയും എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത്. പെരുമാല വീട്ടിലേക്ക് പോകാൻ കഴിയില്ലെന്ന നിലപാടിൽ തന്നെയാണ് റഹീമും ഷമിയും. കാരണം ഇരുവർക്ക് മക്കളെ നഷ്ടമായത് ഇവിടെയാണ്. പിന്നാലെ കഴിഞ്ഞ ദിവസം ഇവർക്ക് വീട് വെച്ച് നൽകാമെന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമ രംഗത്തെത്തി പറയുകയും ചെയ്തു. അപ്പോഴും മകന് വേണ്ടി ഷമി ഏറ്റുപറഞ്ഞത് തന്നെ ആരും ആക്രമിച്ചിട്ടില്ല, കട്ടിൽ നിന്ന് തന്നെയാണ് വീട് പരിക്കേറ്റത് എന്നൊക്കെയാണ്. കാര്യങ്ങൾ തന്റെ കയ്യിൽ നിൽക്കുന്നതല്ല എന്ന് ഇപ്പോഴാണ് ഷമിക്ക് മനസ്സിലായി തുടങ്ങിയത്. പൊന്നു കായ്ക്കുന്ന മരമായാലും പുരയ്ക്കുമേലെ ചാഞ്ഞാൽ വെട്ടണമെന്ന് പണ്ടുള്ളവർ പറയുന്നത് വെറുതെയല്ല. ഏറ്റവും ഒടുവിൽ, അതായത് ഈ കൊലപാതകങ്ങളിൽ നിന്ന് ഒരു മാസത്തോടെ അടുക്കുമ്പോഴാണ് ഷമി ആ രഹസ്യം വെളിപ്പെടുത്തിയത്. അഫാൻ തന്നെയാണ് ആക്രമിച്ചതെന്നാണ് ഷമി കിളിമാനൂർ SHOയ്ക്ക് മൊഴി നൽകിയത്. കൂടാതെ ഭർത്താവ് അറിയാതെ 35 ലക്ഷത്തിന്റെ കടമുണ്ടെന്നാണ് ഷമി ഏറ്റവും അവസാനമായി നൽകിയിരിക്കുന്ന മൊഴി. സംഭവ ദിവസം 50,000 രൂപ തിരികെ നൽകണമായിരുന്നു. പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു. ഇത് മകന് സഹിക്കാനായില്ലെന്നാണ് ഷമി പറയുന്നത്. പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു. ഇത് മകന് സഹിച്ചില്ല. തിരികെ വീട്ടിലെത്തിയപ്പോഴായിരുന്നു അഫാൻ ആദ്യം കഴുത്തുഞ്ഞരിച്ച് ചുമരിൽ തലയിടിച്ചത്. ഇതോടെ ബോധം നഷ്ടമായി. പിന്നീട് ബോധം വന്നപ്പോൾ അഫാൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു. മക്കളുമൊത്ത് ആത്മഹത്യ ചെയ്യാനായി തീരുമാനിച്ചിരുന്നു. പിന്നീട് യൂട്യൂബിലൊക്കെ ഇളയ മകനെ കൊണ്ട് തന്നെ പലതും ഗൂഗിളിൽ സെർച്ച് ചെയ്യിപ്പിച്ചുവെന്നും ആത്മഹത്യാ ദൃശ്യങ്ങളൊക്കെ കണ്ടുവെന്നുമാണ് ഷമിയുടെ മൊഴിയിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.